എന്നിട്ട് വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. എല്ലാവർക്കും നമസ്കാരം. രണാസുനയ്ക്ക് ഒരു വിചാരമുണ്ട്. ഈ വ്ളോഗേഴ്സ് പോയി കഴിഞ്ഞാൽ ബാക്കി നാട്ടുകാരും ബാക്കിയുള്ള സെലിബ്രിറ്റീസും ആക്ടേഴ്സും ആക്ട്രസുമാരും എല്ലാം പോണ സപ്പോർട്ടാണ് ഇവക്കൊരു വിചാരമുണ്ട്. അത് ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. ഓക്കെ, എന്റെ അടുത്ത് തന്നെ പല സെലിബ്രിറ്റി സ്റ്റാറ്റസിലിരിക്കുന്ന ആക്ട്രസുമാര് വരെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലെ കലക്കിയിട്ടുണ്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കമ്പനിയായവരുണ്ട്. ഇവള് കാരണം എനിക്ക് നടിമാര് വരും, സിനിമയിലെ നടിമാര്, അല്ലാതെ ഇവിടെ ഓഞ്ഞ ആൽബത്തിലെ നടിമാരില്ല. അങ്ങനെ കമ്പനിയായവർ വരെ ഉണ്ട്. എന്തായാലും ഇവള് കാരണം അങ്ങനെ ഒരു ഉപകാരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണാസുനയ്ക്ക് ഒരു വിചാരമുണ്ട്. താനാണ് ഇവിടുത്തെ നാട് ഭരിക്കുന്ന മഹാറാണി എന്നുള്ളൊരു വിചാരവും ഈ വ്ളോഗേഴ്സ് ഒഴികെ തനിക്ക് എല്ലാവരും സപ്പോർട്ടാണ് എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ട്. താൻ ചെയ്യുന്ന എന്തോ വലിയ പുണ്യപ്രവൃത്തിയാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സിംഗിൾ മോമാണ് എന്നൊക്കെ ഉള്ളൊരു വിചാരമുണ്ട്. എന്റെ പൊന്നടാവേ, ഇതും പറഞ്ഞുകൊണ്ട് ഇനി നാട്ടുകാരെ പറ്റിക്കുന്നത് മുഞ്ചിക്കുന്ന പരിപാടി നടക്കില്ല. രണാസുന, നടക്കില്ല. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചെളി വാരി എറിയാനും ചാണാൻ വാരി എറിയാനും നാട്ടുകാർ ഇപ്പൊ വരിയായിട്ട് നിൽക്കുകയാണ്. അമ്മാതിരി കോപ്രായങ്ങളും പേക്കൂത്തുകളും കണ്ട് കണ്ട് മടുത്ത് വെറുത്ത് പണ്ടാറടങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. എന്തായാലും മഞ്ജു പത്രോസ് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു തുടങ്ങാം. എന്നിട്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വീഡിയോ ക്ലിപ്സ് വന്നിട്ടുണ്ട്. എന്റെ പൊന്നടാവേ, ഒന്നും പറയാനില്ല, കാണാം. നമ്മുടെ വനിതാ ദിനല്ലേ, ലേഡീസ് ഡേ. അപ്പൊ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. എങ്ങനെയും ജീവിക്കാൻ പാടില്ല. വനിതാ ദിനമായതുകൊണ്ട് എങ്ങനെയും ജീവിക്കാൻ പാടില്ല. എവിടെയാണ് ഇത് കറങ്ങി തിരിഞ്ഞ് വരുന്നതെന്നറിയാമോ? വരാം, നിങ്ങളെല്ലാവരും കണ്ടു കാണും. എങ്കിലും എന്റേതായ രീതിയിൽ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട കേട്ടോ. കേട്ടാ, അതായത് ഉളുപ്പില്ലാതെ ജീവിക്കരുതെന്നാണ് പറയുന്നത്. വനിതാ ദിനമായതുകൊണ്ട് മഞ്ജു പത്രോസ് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഇറങ്ങിയാണ്. ഉളുപ്പില്ലാതെ ജീവിക്കരുതേ മക്കളെ എന്ന്. അഭിമാനത്തില് തല ഉയർത്തി പിടിച്ച് ജീവിക്കേണ്ടവരാണ്. അതെ, അഭിമാനത്തോട് തല ഉയർത്തി പിടിച്ച് നെഞ്ചും പിരിച്ച് നിന്ന് ജീവിക്കേണ്ടതാണ് സ്ത്രീകൾ എന്നാണ് മഞ്ജു പത്രോസ് പറഞ്ഞു വരുന്നത്. അല്ലാണ്ട് അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് അപരാധങ്ങൾ കാണിച്ചുകൊണ്ട് നാട്ടുകാട്ടെ കണ്ണിപ്പൊടിയിട്ട് മൂഞ്ചി ജീവിതം ജീവിക്കരുതെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത്. ഇത്രയും വലിയ മോട്ടിവേഷൻ സ്വപ്നങ്ങളിൽ മാത്രം. അതാണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരാള് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പൊ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അതെ, ആ ധൈര്യം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ സ്ത്രീകൾ തരരുത്. പിന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അമ്മാതിരി കോപ്രായങ്ങളും അപരാധങ്ങളും കാണിക്കുന്ന ടീംസിനെതിരെയാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് സംസാരിക്കുന്നത് വളരെ കുറവാണ്. എന്തായാലും ഉടായ്പകളും കള്ളത്തനങ്ങളും കൊള്ളരുതായ്മകളും കാണിക്കുന്ന അവളുമാരെയാണ് നമ്മൾ വലിച്ചു കയറി ഒട്ടിക്കുന്നത്. അതിൽ നമുക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല കേട്ടാ. പുരുഷനാണെങ്കിലോ അവന്, സ്ത്രീ ആണെങ്കിലോ അവക്ക്. ഈ സെറ്റപ്പ് എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. അതാണായാലും പെണ്ണായാലും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം കുറെ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാഗിൽ കുറെ യൂട്യൂബേഴ്സ് വന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. അതായത് അങ്ങനത്തെ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. എന്നാൽ ഇവിടെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ടീംസുകളാണ് കൂടുതൽ. അതായത് റീച്ചിന് വേണ്ടിയിട്ട്, ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടും നെഗറ്റീവായാലും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും രണാസുനയെ പോലെയുള്ളവര് നിന്നും കൊടുക്കും. ഏത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വണ്ടിയിലുള്ളൊരു സീൻ രണാസുന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഞാനത് വീഡിയോ ചെയ്തെന്ന് തോന്നുന്നു. 1000 ക്ലിപ്പുകളുടെ ഇടയിൽ ഏതാണ് ഞാൻ വിട്ടുപോകുന്നത്, ഏതാണ് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതില് കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെ കുറിച്ച് അഭിമാനിക്കണ്ടേ. അതാണ്, അതായത് നമുക്ക് കുഞ്ഞുങ്ങൾ, അച്ഛനമ്മ, കുടുംബം ഇതൊക്കെ ഉണ്ടെങ്കിൽ
നമ്മൾ സമൂഹത്തിൽ അത്യാവശ്യം അഭിമാനത്തോട് ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് എന്ത് നാറിയ പരിപാടിയും ഊളപരിപാടിയും കാണിച്ചിട്ട് കുടുംബത്തിനും കൂടി ചിത്തപ്പേരുണ്ടായി കൊടുത്ത് വളർന്നു വരുന്ന മക്കൾക്കും കൂടി നാണക്കേടുണ്ടായി കൊടുത്ത് ഒരു തള്ളയായിട്ടോ ഒരു തന്തയായിട്ടോ വളരാൻ നിൽക്കരുത്, വളർത്താനും നിൽക്കരുത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴിയിൽ കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോട് അത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കും അറിയില്ല എന്നുള്ളൊരു തോന്നല് നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതൊക്കെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ എന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. കേട്ടാ? വട 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 ആരാണ് ഈ വടയുടെ ആളെന്ന് മനസ്സിലായ? അതായത് വട കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എൻജോയ് ചെയ്തിട്ട് അതിന് ഡബിൾ മീനിങ്ങിൽ ഇട്ട് കൊടുത്ത് ഉത്തരം പറയുന്ന റണാസുനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഉളുപ്പേ ഇല്ലാത്ത ഉളുപ്പ് എന്താണെന്ന് അറിയാത്തൊരു ടീം. ആ രണാസുനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഓൺലൈൻ മീഡിയാസിനെ അവർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ രണാസുനെയും പറയുന്നുണ്ട്. പേര് പറയുന്നില്ല. ഈ വടയുടെ കേസ് പറയുന്നത് രണാസുനെ തന്നെയാണ്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. കേട്ടോ? അവർ പറയുന്ന കാര്യം കറക്റ്റ് അല്ലേ? അതായത് ഇമാതിരി അപരാധങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്നോട് അത് സംസാരിക്കണ്ട, എനിക്കത് അതിനെ പറ്റിയിട്ട് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് സൂപ്പറായിട്ട് രണാസുനയ്ക്ക് ഒഴിഞ്ഞു മാറാം. അല്ലെങ്കിൽ ആ മീഡിയക്കാർക്കെതിരെ ശക്തമായി പൊട്ടിത്തെറിക്കുക. പക്ഷെ ഇതൊന്നും ചെയ്യത്തില്ല. ഇനി ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടയുടെ കേസ് ഈ മീഡിയക്കാരനെ കൊണ്ട് ചോദിപ്പിക്കുന്നത് രണാസുനയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവൾ ചോദിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് അവന്മാരൊന്ന് ചോദിക്കുന്നത്. എന്ത് ചോദ്യം ചോദിക്കാൻ, എന്ത് അപരാധം ചോദിക്കാനുള്ള റൈറ്റ്സ് രണാസുനെ പോലുള്ളവർ ഈ മീഡിയക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്മാരെ എന്ത് തോന്നിയാസം വന്ന് ചോദിക്കുന്നു, രണാസുനെ പോലുള്ളവർ മറുപടി കൊടുക്കുന്നു. ഡബിൾ മീനിങ്, ചിരിക്കുന്നു, അട്ടാസിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, തൂറുന്നു, തുമ്മുന്നു, തുപ്പുന്നു. ഈ സെറ്റപ്പിൽ അങ്ങോട്ട് അഴിഞ്ഞാടുന്നു. ഇത് കണ്ട് കുറെ പേര് അങ്ങോട്ട് നെഗറ്റീവ് ആയാലും ചീത്ത വിളിക്കുന്നു, ലൈവ് ലൈറ്റിൽ പിടിച്ചിരിക്കുന്നു, ആളുകൾ എടുത്തിട്ട് ഊക്കുന്നു, പച്ച പൂര തെറിവിളി. ഇങ്ങനെ പല രീതിയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ മഞ്ജു പത്രോസ് പറയുന്നത് കറക്റ്റ് അല്ലേ? അതായത് ഒരു മീഡിയക്കാരൻ വന്ന് ചോദിക്കുന്നു, വട എങ്ങനെയുണ്ട്, വട കഴിച്ചാ? വടയോ, എന്റെ വടയോ, ഈ സെറ്റപ്പിലുള്ള ഒരു മറുപടി. അത് വളരെ മോശമല്ലേ? സ്ത്രീകളെ അപമാനിക്കുകയാണ് ഇവള് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ ആണ് ഇവള് നിൽക്കുന്നത്. ബാക്കിയുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്കും കൂടി നാണക്കേട് ഉണ്ടായിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ കിടന്ന് ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഇവക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ പറ്റി, അത്രയും നല്ലത്. ഒന്നും നടക്കില്ല എങ്കിലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാണ്. ഇനി ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം, കണ്ടോക്ക്. എന്ത് താങ്ങ എന്തായാലും തന്നെ ഇത് എന്തുവാണ്? അതെ, നല്ലോണം പാട്ട് പാടി പഠിക്കുന്നത്. ഫ്രണ്ട് ഇരിക്കുന്ന ഫ്ലാറ്റ് മൊത്തം കാലിയാണല്ലോ രണാസുന. എന്നാ തീറ്റിയാടി, യു ആർ സോ എക്സ്പെൻസീവ്. മനസ്സിലായി, പോണോ തീറ്റി. മറ്റേ നിങ്ങൾ നോക്കി നോക്ക്. ഈ ഒരു പാത്രം മൊത്തം, ഇതിപ്പുറത്ത് എന്തോ ഒരു ബാസ്ക്കറ്റ് ഇരിക്കുന്നു, അതും തീർത്ത്. ഫ്ലാറ്റിലൊന്നും കാണാനില്ല. എന്നാടി തീറ്റി. നല്ലതാണ്, തിന്നിടണം. നീ തിന്നെങ്കിലും നിന്റെ തലയ്ക്കകത്ത് കുറച്ച് വെളിവ് വീഴട്ടെ. ഒന്നും തിന്നാതെ വെളിവ് വീഴാതെ ഇരിക്കുന്നതിനേക്കാളും തിന്ന് വെളിവ് വീഴട്ടെ. എന്തായാലും നിനക്ക് വെളിവ് വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബാക്കി അപ്പൊ എന്തുവാ? അതെ അതെ അതെ, സൂപ്പർ. പിന്നെ അല്ലാണ്ട് പാട്ടൊക്കെ പഠിച്ച് അത് ബാക്കിൽ ആരാടാ നടന്നുപോയത്? ഏത് ചേച്ചിയാണ് നടന്നുപോയി? ചേച്ചി ഇങ്ങനെ എന്നെയും കിട്ടട്ടെന്ന് ക്യാമറയിൽ. എന്തായാലും ബഹറിലെ തേപ്പ്, പട്ടാളക്കാരുടെ തേപ്പ്, പോലീസുകാരൻ തേപ്പ്, വേറെ ആരൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്തോന്നല്ലേ ഇത്, ഇങ്ങനെ ഒരു സ്ത്രീ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. ഡൽഹിയിലെ കമാൻഡോ. ഇവക്കെതിരെ മറ്റേ എൻകൗണ്ടറും എല്ലാം പറ്റുമെങ്കിൽ എടുത്ത് വിട്ടുകൂടുക കേട്ടാ. ഡൽഹിയിലെ കമാൻഡോക്ക് ഫാൻസ് ഉണ്ടെന്ന്. ഞാൻ എന്ത് പറയാനടാ? നിങ്ങൾ പറയടാ, നിങ്ങൾ പറ. ഞാൻ പറഞ്ഞു മടുത്ത്. ഇനി അവർക്ക് ഇപ്പോഴും അങ്ങോട്ട് ചിരിയും കളിയുക. രാജ്യത്തിന്റെ കേസാ. വന്ദേ ഭാരതം പറഞ്ഞതുകൊണ്ട് മറ്റേതാണ്, ഏത് വട്ടളക്കര സെറ്റായതാണോ? ഇനിയും വിവരമില്ലാത്ത ഇടയിൽ
ഞാൻ മതിയാക്കട്ടെ, ഞാൻ മതിയാക്കട്ടെ. വയ്യേ, മടുത്ത്. ആരാടാ അത് ചോദ്യങ്ങൾ ചോദിക്കണേ? മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ കാലം 2, 3, 4, 5, 6, 7, 8 ഒക്കെ ആവാന്ന്. നീയൊക്കെ എന്ത് മെസ്സേജാണോ കൊടുക്കുന്നേ? ഒരു കൂട്ടം അപരാധികൾ ചേർന്ന് കഴിഞ്ഞാൽ കാട്ടപരാധികൾ എന്ന് പറയത്തില്ലേ, അതുപോലെ അത്രയും വിചാരിച്ചാ മതി. പട്ടാളക്കാരുണ്ട്, ഡൽഹി ബേസ്ഡ് ഓഫീസർ തന്നെയാണ്. ഇപ്പൊ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആളുണ്ട് ഫ്രണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ആൾക്കാർ അറിയുന്ന കമന്റ് ഇടുന്നെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഓ, ഡൽഹി ബേസ്ഡ് പട്ടാളക്കാരൻ കമന്റ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ അറിയുന്നു, കമന്റ് ഇടുന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്നാണ് രണാസുന പറയുന്നത്. പിന്നെ ഇരിക്കണ് ചാക്ക കുരു 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 കുരു. പിന്നെ പട്ടാളക്കാരന്മാർ അത്ര അതപ്പതിച്ച് കിടക്കല്ലേ. നീ ചുമ്മാ നമ്മുടെ നാടിന് നാണക്കേടുണ്ടാക്കുന്ന പരിപാടിയും അഭിപ്രായങ്ങളൊന്നും വിളിച്ച് പറയരുത്. ഇത് പണ്ട് മറ്റേ അനിയൻ മിഥുൻ സനയുടെ കേസ് വിളിച്ചു പറഞ്ഞ പോലെ ആയി. സത്യം, അതിന്റെ ഫീമെയിൽ വെർഷനാണ് ഇവള്. അയ്യോ അയ്യോ, എന്തൊക്കെ കാണുന്ന ദൈവമേ, എനിക്ക് വയ്യ ഒന്നും കാണാൻ. അരിജോസ് പെരേരയാണ് നിനക്ക് പറ്റിയ ആള്. അവനെ ഒന്ന് കെട്ട്. അവനെ കെട്ടി നീ സെറ്റിലാവ്. അവനും സൂപ്പർ, നീ സൂപ്പർ. നിങ്ങൾ രണ്ടുപേരും സ്പഷ്ട അട്ടേ പൊളിയായിരിക്കും. എന്തോന്നല്ലേ ഇതൊക്കെ? നിന്റെ കാമുകന്മാരുടെ ലിസ്റ്റിൽ പോണേഴ്സുകാർ വല്ലതും ഉണ്ടോ? റീലെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കൊള്ളാം, ബാ കേൾക്കാം. അയ്യോട്ടോ, എന്ത് ബുദ്ധിമുട്ട്? അയ്യേ അയ്യേ, ഞാൻ സത്യം പറയാലോടാ, ഞാൻ മടുത്തടാ. സീരിയസ്ലി ഞാൻ മടുത്ത്. ഇനി എനിക്ക് വയ്യ, ഞാൻ തളർന്നു. സത്യം പറയാലോ, ഞാൻ തളർന്നു. ഇതിന്റെ ഒരു എൻഡ് കാണാൻ സാധിക്കൂടാ. ഇതിന്റെ ഒരു എൻഡ് എന്നും ഇത് തന്നെ. വയ്യ. ബാക്കിൽ നിന്നൊരു ചേച്ചി നടന്നു വേണ്ട, കണ്ട ഒരു മിന്നായം പോലെ. ആരാണ് ചേച്ചി? എന്തോന്നല്ലേ ഇതൊക്കെ? ചുമ്മാ ചിരിക്കുന്നു, കളിക്കുന്നു, കുറെ അപരാധം പറയുന്നു, ഒരു അപരാധം കാണിക്കുന്നു. പട്ടാളക്കാരൻ ഇതൊക്കെ തന്നെ. ദയവ് ചെയ്തിട്ട് ഇന്ത്യൻ ആർമിയെ പറ്റിയിട്ടും കൂടി നീ വലിച്ചിടാതെ. എന്തിനാണ് ചൊറിഞ്ഞ് വരണം എനിക്കിത്, ഇവളുടെ ഈ കോപ്രായങ്ങളും. അവർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു, തുടങ്ങിയിട്ടില്ല. അവര് പരിശോധിച്ചതേ ഉള്ളു. അപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് അവർ ഇന്നലെയും വിളിച്ചു ഡോക്ടർ. എന്നാ വരുന്നേ? കുറച്ച് ട്രീറ്റ്മെന്റ് ഉണ്ട്. കുറച്ച് ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഓടിപ്പോ എന്തെങ്കിലും ട്രീറ്റ്മെന്റിൽ കയറിയിട്ട് എവിടെയെങ്കിലും ഒരു 6 മാസം കേട്ടാ. അതായിരിക്കും നല്ലത്. അത്രയും ദിവസമെങ്കിലും സോഷ്യൽ മീഡിയയിൽ സമാധാനം സ്വസ്ഥതയും കിട്ടട്ടെ. കാരണം വയ്യ, മടുത്ത്. ഈ കുഞ്ഞു ജീവിതത്തിൽ ഇതൊന്നും കണ്ട് വയ്യ. ദാസേട്ടൻ എവിടെ? നിന്റെ ദാസപ്പൻ. അവന്റെ കുടുംബം തകർത്ത് കാണൂല്ലോ നീ. അവന്റെ ഭാര്യയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ടീച്ചറാണ് പോലും അവര്. അയ്യോ, ഒരു മോളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. വല്ലാത്ത അവസ്ഥ. അങ്ങനൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടമല്ല പണ്ട് തൊട്ട്. താൻ ഇയാള് എടോ പോടോ അങ്ങനത്തെ പച്ച തെറിയും വിളിച്ച് മുണ്ടും പൊക്കി കാണിച്ചുകൊണ്ടുവന്ന ടീംസാണ്. ഇപ്പൊ താൻ എടോ പൊടോ വാടോ എന്നൊന്നും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമില്ലെന്ന്. തങ്കച്ചേട്ടാ, നിങ്ങൾ വീട് ചുരണ്ടി ഇളക്കിങ്ങന്ത്? നിങ്ങൾ മാസ്. ഇങ്ങനെ ഒരു സാധനത്തിനാണല്ലോ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തത്. എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു സാധനത്തിനേക്ക് അങ്ങേര്? നിങ്ങൾ ഒരുത്തനാണ്. പിന്നെ ലക്ഷ്മി നക്ഷത്രത്തിൽ പങ്കുണ്ട് കേട്ടോ. നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് വിട്ടെങ്കിലും ലക്ഷ്മി നക്ഷത്രമാണ് ഇതിനെ ഈ ലെവലിൽ എത്തിച്ചത്. ഉള്ള കാര്യം പറയാമല്ലോ. കാമുകന്മാര് ഇതൊക്കെ എന്തോന്നല്ലേ? കാമുകിമാര് എനിക്ക് ചൊറിയാണ് കേട്ടോ. എന്റെ നെറ്റിയാണെങ്കിൽ ചൊറിഞ്ഞ് തൂട്ടിക്കണം എനിക്ക്. അടുത്തുള്ള റെഡിന്ന് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. വേറെയുള്ള റെഡിന്ന് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമാണ്. എന്താടാ തനിക്ക് ഇത്ര കുഴപ്പം? പോ
വിവാഹ ആലോചനകൾ ഒരുപാട് വരുന്നുണ്ട്. ഐ മീൻ പ്രപ്പോസൽ ഒരുപാട് വരുന്നുണ്ട്. ആരാണ് ഇത്രയ്ക്ക് ഗതികെട്ടവൻ? എനിക്ക് ആ ഗതികെട്ടൊന്ന് കാണണം. ഈ ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ചുമ്മാ ഒന്നി ചിലപ്പോൾ വന്ന് കാണും. ആറാട്ടെണ്ണന്റെ വന്ന് കാണും. ആറാട്ടെണ്ണം പോലും വേണ്ടെന്നാ പറഞ്ഞത്. സോറി, ആറാട്ടെണ്ണം പോലും വേണ്ടെന്നാ പറയുന്നത്. ഇനി വന്നു കഴിഞ്ഞാൽ അലിൻ ജോസ് പെരേര വരെ, പിന്നെ വേറൊരുത്തണ്ടല്ലോ, വേറൊരു കണ്ട പെണ്ണുങ്ങളെല്ലാം പുതുക്കി നടക്കുന്ന ഒരുത്തൻ, ആ ഒരു വേട്ടവളയും, ഇതൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലാണ്ട് നിനക്കൊക്കെ ഏതെങ്കിലും മനുഷ്യന്മാർ ഓരോ ബോധമുള്ള പൊക്കണമുള്ള ഏവന്റെങ്കിലും പ്രപ്പോസൽ വരും. പിന്നെ ദാസപ്പന്റെ പ്രജീഷിന്റെ വേറൊരു കിഴങ്ങുണ്ടല്ലോ, ഇതിന്റെയൊക്കെ വന്ന് അല്ലാണ്ട് വിവരം ബോധം പൊക്കണമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രപ്പോസൽ നിനക്ക് ഒരുങ്ങി ഞാൻ മുട്ടയടിച്ച് പകുതി മുട്ടയടിച്ച് അതിൻ്റെ അകത്ത് കയറിയിരിക്കും. അല്ല മരുന്നുണ്ട്. ഓ ലിവിങ് ടുഗദർ. ഓ റെനോസിറ്റിക്ക് ലിവിങ് ടുഗദർ ആണ് ആവശ്യം. അതായത് വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല, എനിക്കൊരു കൂട്ട് വേണം, സെറ്റപ്പ്, ഈ പരിപാടി. മനസ്സിലായി, മീൻസ് ലിവിങ് ടുഗദർ. കൊള്ളാം, നല്ലതാണ്. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. അയ്യോ, എന്റെ ഹൃദപ്പിന് വേണ്ടിയിട്ട്, എന്റെ കിച്ചുവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന സിംഗിൾ മോമാണെന്നൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. സിംഗിൾ മോംസിന് അവമാനമാണ്. ഞാൻ എന്റെ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് കണ്ടിട്ടുണ്ട്, ഞങ്ങളും സിംഗിൾ മോമാണ്, ഇവളെപ്പോലെ കാട്ടവരാതി അല്ല എന്ന്. കാണുമ്പോ അവരുടെ അവസ്ഥ, അവർ മാന്യമായിട്ട് മക്കളെ പോറ്റി ജീവിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് എന്റെ കമന്റ് ബോക്സിലുണ്ട്. എന്നാൽ ഇവള് കാണിക്കുന്ന പേക്കൂത്തുകൾ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഇതാര് തുമ്പിയല്ലേ? തുമ്പി മനുഷ്യരല്ലേ, ഒരു കൂട്ടൊക്കെ ആവാം എന്നാണ് നമ്മുടെ കൂട്ടുകാരി രേണു പറയുന്നത്. ആയിക്കോട്ടെ, ആരെങ്കിലും വയ്യട വയ്യാത്തോണ്ടാ ഞാൻ പറയുന്നത്. ഞാൻ മടുത്ത്. ഏത് മുണ്ണകളുടെ, ഏത് കാട്ടു മുണ്ണകളുടെ? അലിൻ ജോസ് പെരേര ആയിരിക്കും, വേറെ JJP യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും. അയ്യേ, പിന്നെ എല്ലാവർക്കും ഒരു രഹസ്യ പ്രണയം ഉണ്ടാവും. ശരിയാ, എല്ലാവർക്കും ഉണ്ട് രഹസ്യ പ്രണയം. എനിക്കുണ്ട് 4 എണ്ണം. ഒന്ന് നിർത്തൂ. രഹസ്യ പ്രണയം രഹസ്യമായിട്ട് വെക്കേണ്ടതാണ്. മീഡിയക്കാരെ വിളിച്ചിരുത്തിയിട്ട് എനിക്കൊരു രഹസ്യ പ്രണയം ഉണ്ടെന്ന് പറയേണ്ടതല്ല. അത് ഓൾവേസ് രഹസ്യമായിരിക്കും. കേട്ടോ, ഇവരെല്ലായ്മയാണല്ലോ ഹൈലൈറ്റ്. അയ്യോ അയ്യോ, അടുത്ത് നേരെ പറയട്ടെ. ഓ ആയിക്കോട്ടെ. വേറെ ബാക്കിൽ നിൽക്കുന്നുണ്ടല്ലോ നമ്മളെ ക്രഷ് പിടിച്ച ചേട്ടൻ. കണ്ടല്ലോ, ബാക്കിൽ നിന്ന് ആ ചേട്ടനാണെന്ന് തോന്നുന്നു ക്രഷ് പിടിച്ച ചേട്ടൻ. എന്തായാലും കൊള്ളാം ചേട്ടാ. ലോറിക്ക് തല വെച്ചാലും ഈ പാണ്ടി ലോറിക്ക് തല വെക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം, സത്യം. പോട്ടെ, അത് വിട്. അപ്പൊ രഹസ്യ പ്രണയം രേണുവിനുണ്ടെന്നാണ് രേണു മുന്നേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വുമൻസ് ഡേക്ക് അപമാനമായിട്ട് പേക്കൂത്തുകൾ കാണിച്ച് വട സൂപ്പർ വട എന്നൊക്കെ പറഞ്ഞതിന് മഞ്ജു പത്രോസ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ശരിയാവത്തില്ല, ഇത് നന്നാവത്തില്ല. ഈ പട്ടിയുടെ വാലിൽ കുഴലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ കുഴൽ വളഞ്ഞിരിക്കും, അല്ലാതെ വാല് നിവരത്തില്ല. അതേ ഒരു സാധനമാണ്, അത് മാത്രമാണിത്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വംശനാശം സംഭവിച്ച പണ്ടത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, ചില ജീവികളൊക്കെ ഇപ്പൊ ഇല്ല ഇവിടെ. അതുപോലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ രേണാസുന. ഇതോടെ തീരും ഇത് മിക്കവാറും. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയില്ല, ഒറ്റ ഇരിപ്പിനങ്ങ്, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് വംശനാശമാണ്. ഇതുപോലത്തെ ഒരു സാധനം ഇനി ഭൂലോകത്തുണ്ടാവും എന്ന് എനിക്ക് സംശയമാണ്. രേണാസുന. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. മഞ്ജു പത്രോസ് ഇങ്ങനെ ഒരു താങ്ങ് കൊടുത്തു തന്നായി, പക്ഷെ പേരും കൂടി പറയണമായിരുന്നു കേട്ടോ. പിന്നെ ഓൺലൈൻ മീഡിയാസ് അവരെ കുറ്റം പറയുന്നതിൽ മാത്രമേ എനിക്ക് യോജിപ്പില്ല. കാരണം അവന്മാരെ കൊണ്ട് ഇവളാണ് ചോദിപ്പിക്കുന്നത്. പിന്നെ ഒരു പെണ്ണ് വന്നിട്ട് ഇമാതിരി അവരെ നിങ്ങൾ ചോദിപ്പിച്ചു കഴിഞ്ഞാൽ അവന്മാരെ അതെടുത്തിട്ട് അവന്മാരെ കണ്ടുണ്ടാക്കാം. അവന്മാരെ തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവളാണ് അത് ചോദിപ്പിക്കുന്നത്. ഇവള് തന്നെയാണ് ഓരോ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്ത്. അവന്മാര് നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പം പ്രിപ്പയർ ചെയ്തിട്ട് ചോദിക്കും, ഇതൊക്കെ ചോദിക്കട്ടെ, ഓക്കെ എല്ലാം ചോദിച്ചു. ഈ ഒരു സെറ്റപ്പാണ്, ഇതാണ് അവിടെ നടക്കുന്നത്.
അങ്ങനെ ഇത് ലൈം ലൈറ്റിലിട്ട് നാട്ടുകാർ തള്ളാക്കി വിളിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പിന്നെ ഇടയ്ക്കൊക്കെ തള്ളാക്കി വിളി പീക്ക് ലെവലായപ്പോൾ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കുനിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കണ്ടിയാ. ഇതിനേക്കാളും നല്ലത് വേണം പിച്ച എടുത്ത് ജീവിക്കുന്നതിന് അന്തസ്സുണ്ട് കേട്ടോ. ഇമാതിരി പേക്കൂത്തുകളും കോപ്രായങ്ങളും കാണിച്ച് വിളിച്ചു പറഞ്ഞ് നടക്കുന്നതിനേക്കാളും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കണ്ടി. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.